ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കർ ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോൺസ് ഇങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഞങ്ങളുടെ കുക്കർ ബിരിയാണി അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാണ്. ആദ്യമായിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ ആവശ്യത്തിന് എണ്ണ എന്നിവ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുക്കുക. ചെമ്മീൻ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സബോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടിച്ചത്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മസാലകളെല്ലാം വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ ഇടവിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് ചെമ്മീനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇവിടെ പൊതുവെ മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ മല്ലിയില ആ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ ബസ്മതി റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അളവ് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ വേണം ആഡ് ചെയ്യാൻ. നമ്മൾ ഏത് പാത്രത്തിലാണോ മെഷർ ചെയ്യുന്നത് അതേ പാത്രത്തിൽ നമ്മൾ വെള്ളവും മെഷർ ചെയ്തെടുക്കേണ്ടതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയും 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അരിയിട്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ഒരു 75% കുക്കായാൽ മതി, ബാക്കി ദം ചെയ്യുന്ന സമയത്ത് കുക്കായിക്കോളും. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കിസ്മിസും കാഷ്യൂവും സബോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കിസ്മിസും കാഷ്യൂവും ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് സബോളയും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്ത പാൻ ചെറുതായത് കൊണ്ട് തന്നെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം തൊട്ട് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്ത് താഴത്തോട്ടാക്കരുത്, പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാവുള്ളൂ. ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള അല്പം വിതറുക. അതിനുശേഷം മല്ലിയില, പുതിനയില എന്നിവ ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക. ഇവിടെ പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും വിതറി കൊടുക്കുക. ശേഷം 2 സ്പൂൺ നെയ്യ് കൂടി ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ദം ചെയ്യണം. സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബേർണർ, തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് വേണം ദം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.